അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂൺപേയുടെ റെസിപ്പി ആയിട്ടാണ്. റംസാനിൽ നല്ല അടിപൊളി കടിയാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിൽ സ്റ്റോറേജ് വെക്കുന്നവർക്ക് ഒരു അടിപൊളി ടിപ്സും കൂടെ ഉണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യല്ല. അതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരുടെ റിക്വസ്റ്റ് ചെയ്യാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മളൊരു കടായി അടുപ്പത്ത് വെക്കുക. 1 ടേബിൾ സ്പൂൺ ബട്ടറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽട്ടായതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ക്രഷ് ചെയ്ത ഗാർലിക്ക് ചേർക്കുക. ഗാർലിക്ക് ചേർത്തിട്ട് ഒന്ന് സോട്ടാക്കുക. നന്നായിട്ട് മൊരിഞ്ഞ് പോകുന്നതിന് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടാക്കിയതിന് ശേഷം ഞാൻ ഒരു 4 സവാള എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു 4 സവാള. ഒരുപാട് സവാളയൊന്നും ഇതിന് വേണ്ട. നമ്മൾ കുറച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സവാള മതി കേട്ടോ. എന്നിട്ടൊരു 5-10 പച്ചമുളക് റൗണ്ടായിട്ട് അരിഞ്ഞത്. ഒന്ന് കളറൊന്നും മാറണ്ട, ഒന്ന് ജസ്റ്റ് എണ്ണയിലേക്ക് വഴറ്റി അതിന് ശേഷം ഞാൻ മിക്സ് ചെയ്ത ചിക്കൻ എടുത്തു. അതായത് നമ്മൾ ബോൺലെസ് ചിക്കന് ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് അതിനകത്ത് അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് കുറച്ച് കുരുമുളക് അതിൻ്റെ അകത്ത് അരക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിനെ നമ്മൾ എന്താക്കാൻ ഈ ഉള്ളിക്കകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി. ഇനി ചിക്കൻ ഒന്ന് വേവണമല്ലോ, അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഈ ചിക്കൻ്റെ അകത്ത് മിക്സ് ചെയ്ത ചിക്കൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താക്കുക, അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഇനി ഒന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് ഇത് വെന്ത് കിട്ടും. നന്നായിട്ട് അരഞ്ഞ ചിക്കനാണല്ലോ. ഇനി അതിൻ്റെ അകത്ത് എന്താക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഉള്ളിക്കകത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഞാൻ അരക്കുമ്പം കുറച്ചൊന്ന് കുരുമുളക് ചേർത്തിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിനകത്തൊരു വൈറ്റ് സോസ് വേണം. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഈ വൈറ്റ് സോസാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ബട്ടർ ചേർത്തു. ഒരു 1/4 ടീസ്പൂൺ ബട്ടറും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണ് മൈദയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ ഒരു മൈദൻ്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം 1 കപ്പ് പാലാണ് കേട്ടോ ചേർത്തത്. കുറേശ്ശെയായിട്ട് പാല് ചേർക്കുക. ഒരുമിച്ചിട്ട് ചേർത്തിട്ട് കട്ട പിടിച്ചുകൊണ്ട് അങ്ങനെ 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി. ആ സമയത്ത് കുറച്ച് ഒറിഗാനോ പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി. പാല് കംപ്ലീറ്റ് ചേർത്തു. 1 കപ്പ് പാലാണ്. നന്നായിട്ട് ഈ മസാലേൻ്റെ അകത്ത് ഇത് തന്നെയാണ് ഇതിൻ്റെ മസാല. വേറെ ഇനി ഒന്നും ചേർക്കൊന്നും ചെയ്യില്ല. ഈ വൈറ്റ് സോസിൽ ഈ ചിക്കനും ഈ ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ എന്താക്കാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഞാനൊരു കപ്പോളം മല്ലിയില ചേർത്തിട്ടുണ്ട്. മല്ലിയിലയും ചേർത്തിട്ട് ഒന്ന് തീ ഒന്ന് ഓഫ് ചെയ്യുക. ഒരുപാട് വറ്റ് ഡ്രൈ ആയി പോണ്ട. എന്നിട്ട് തീ ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസിൻ്റെ നല്ല അടിപൊളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഒരു വലിയൊരു കപ്പ് നിറച്ചും ചീസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൊരിയുമ്പോൾ ഈ ചീസ് ഇതിൽ നിന്ന് മെൽട്ടാവാൻ. അപ്പോൾ ചൂടോടുകൂടെ ചേർത്തേണ്ട. ചൂടൊക്കെ പോയതിന് ശേഷം ഒരു വലിയൊരു കപ്പ് നിറച്ചും ചീസും കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി. ഇനി നമുക്ക് ഇതിനുള്ള ഒരു ഡോ റെഡിയാക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മസാല ആദ്യം റെഡിയാക്കി. അതിന് ഡോക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദക്ക് 1.5 കപ്പ് നിറച്ചും വെള്ളം വെച്ചു. എന്നിട്ട് വെള്ളത്തിനൊരു ചെറിയൊരു ബബിൾസ് വരുന്ന സമയത്ത് അതിനകത്ത് 1 ടേബിൾ സ്പൂണ് ബട്ടറും 1 ടീസ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി. ബബിൾസാണ് വരേണ്ട, ഒരുപാട് വെട്ടിത്തിളക്കുകയൊന്നും ചെയ്യേണ്ട. ആ ബബിൾസ് വരുന്ന സമയത്ത് ഒന്നും കൂടെ പറയാം, ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ എന്താക്കി എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് മൈദ അതിൻ്റെ അകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ പത്തിരിക്കല്ലോ നമ്മൾ അരി എന്താ പറയുക ഇങ്ങനെ ചെയ്യൂലേ, ഇതിനെന്താപ്പം പറയാം, അതേപോലെ നമ്മുടെ എന്താക്കാൻ നന്നായിട്ട് മിക്സാക്കി. നമ്മുടെ വെള്ളമെല്ലാം നല്ലോണം മൈദയിലായി. എന്നിട്ട് ഒരു 10 മിനിറ്റ് വരെ ഒരു 5 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കുക. ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറുന്നത് വരെ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ എനിക്കിവിടെ 2 കപ്പ് മൈദക്ക് 1.5 നിറച്ചും, അതായത് 1.5 കൂടുതൽ എടുക്കരുത്. കുറഞ്ഞു കഴിഞ്ഞാലും കൂടുതലായി പോകരുത് കേട്ടോ. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട, വെള്ളം ഒരുപാട് തിളച്ച് പോകരുത്. ചില ആൾക്കാർ നന്നായിട്ട് തിളച്ചിട്ട് ഇത് ചെയ്യുന്നതാണ്. നന്നായിട്ട് തിളക്കരുത്. എന്നിട്ട് ബബിൾസ് വരുന്ന സമയത്ത് നമ്മുടെ എന്താക്കാൻ ഈ പൊടിയിട്ട് നന്നായി കുഴച്ച് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഡോ റെഡിയാക്കി വെക്കാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു വലിയ ഒരു പ്രാവശ്യം പരത്തിയാൽ തന്നെ ഒരു 4-5 എണ്ണം കിട്ടുന്ന രീതിയിൽ ഒരു വലിയ ഡോ എടുക്കുക. എന്നിട്ട് അതിനെ നമ്മളെ വട്ടത്തിൽ പരത്തുക. നമ്മൾ പണ്ട് കോഴിയടയൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ വട്ടത്തിൽ പരത്തിയിട്ട് ഒരു അത്യാവശ്യം വലിപ്പമുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക. റൗണ്ടിലൊന്ന് കട്ട് ചെയ്യുക.
ഈ ഒരു മോഡലിൽ കട്ട് ചെയ്യുക. ഒരുപാട് തിന്നായി പോകരുത്, കൂടുതൽ തിക്കുമായി പോകരുത്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഡോയിൽ നിന്ന് കുറച്ചെടുക്കുക, എന്നിട്ട് നമ്മൾ നല്ല റൗണ്ടായിട്ട് പരത്തുക. കുറച്ച് വലിയ മാവ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കിട്ടുമല്ലോ. ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത്, ഒരുപാട് തിന്നായി പോവുകയും ചെയ്തു. ഒറ്റ വലുപ്പത്തിന് നമ്മളെന്താക്കാൻ ഇതേപോലെ ഡോ എടുത്തതിന് ശേഷം നമ്മളൊരു കട്ടർ വെച്ചിട്ട്, ഞാനിപ്പോൾ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ടാണ് കേട്ടോ, ഒരു പാത്രം വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. കറക്റ്റ് അളവാണ്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അസ്ഫാൻ, നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഒരുപാട് വീഡിയോസിലല്ലേ അസ്ഫ എന്ന് പറയലുണ്ട്. അപ്പോൾ അസ്ഫാൻ്റെ റെസിപ്പി ചെയ്ത്, അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിട്ടല്ലോ. ഒരുപാട് പ്രാവശ്യം ഞാൻ ഓരോരിടത്തു നിന്ന് ഈ മൂൺപേ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഓളം മൂൺപേ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഓളാണ് എന്നോട് പറഞ്ഞു ഒരുപാട് വെള്ളം പാടില്ല, ഒരുപാട് തിളക്കാൻ പാടില്ല. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് മാവ് തിളച്ചിട്ടാണ് കുഴച്ചത് കണ്ടത്. പക്ഷേ ഓള് പറഞ്ഞത് തിളക്കണ്ട, ഇങ്ങനെ ഒരു ബബിൾസ് വരുമ്പം തീ ഓഫ് ചെയ്തിട്ട് മൈദ ഇട്ടിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആവുന്നു. അപ്പോൾ എനിക്കൊരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുൺപയ്യാനാണ് എനിക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയത്. താങ്ക്സ് ഏട്ടാ അസ്ഫ. അപ്പോൾ നമ്മുടെ എന്താക്കി ഈ വട്ടത്തിൽ മുറിച്ചിരിക്കുന്ന ആ പിന്നെ ഡോൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഫില്ലിങ് ഇതേപോലെ വെക്കുക. എന്നിട്ട് സൈഡ് ഒട്ടും, കാരണം ഇത് വെന്ത മാവല്ലേ, അപ്പം ഇത് വേറെ അതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിക്കുക. അപ്പം നല്ലൊരു മൂണിൻ്റെ ഒരു ഹാഫ് മൂണിൻ്റെ ഒരു ഷേപ്പുമായി, പിന്നെ നല്ല കാണാനും നല്ല ഭംഗിയാണ്, എളുപ്പമാണ്. നമുക്ക് എന്തിനെ പോലത്തെ എനിക്കൊരു വലിയൊരു പണിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. പരത്തുക, വെക്കുക, കട്ട് ചെയ്യുക. അപ്പം അടിപൊളി ടേസ്റ്റുള്ള മൂൺപൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഇത് നോമ്പിന് മുമ്പേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഇടാൻ പറ്റിയില്ല, എൻ്റെ മോക്ക് സുഖയില്ലാണ്ട് കുറച്ച് ഹോസ്പിറ്റലെല്ലാം ആയിപ്പോയി. എന്നിട്ട് ഞാൻ നോമ്പ് 4-നാണ് ഞാൻ ഡിസ്ചാർജായി വന്നത്. അപ്പം അങ്ങനെയെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി, അതുകൊണ്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് ഇടണം നോമ്പിനൊന്നും, പക്ഷെ അതിനൊന്നും പറ്റിയില്ല. അപ്പോൾ ഏതായാലും എടുത്ത വീഡിയോ അല്ല ഒന്ന് ഇട്ട് കളയാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ അന്നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വോയിസ് വരെ കൊടുക്കുന്നത്. അപ്പോൾ ഇതില്ലേ പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് ഡ്രൈ ആയിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു തുണിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നതിനെ നമ്മൾ ഈ മുറിച്ച് വെച്ച മാവും പിന്നെ ഈ ഉണ്ടാക്കി വെച്ചതും നമ്മളൊരു തുണിയിൽ ഇങ്ങനെ അടച്ച് വെക്കുക, കാരണം ഡ്രൈ ആയിപ്പോണ്ട. അപ്പോൾ അതേപോലെ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് പൊട്ടിപ്പോവും അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ഇനി ഒരു പണിയും കൂടെ ഉണ്ട് ഇതിന്. നമ്മൾ സാധാരണ കട്ട്ലേറ്റിലും ചെയ്യുന്ന പോലെ ബ്രെഡ് ക്രംസിലും പിന്നെ മുക്കിയിട്ട് വേണം നമ്മളിതിനെ റെഡിയാക്കി വെക്കാൻ. അപ്പം ഒരു മുട്ട എടുത്തു, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു, 1 സ്പൂണ് കോൺഫ്ലവറും പിന്നെ 1/2 കപ്പ് മൈദയും കൂടെ ചേർത്തൊരു നല്ല തിക്കായിട്ടുള്ളൊരു ഡോ ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട മാത്രം മുട്ടയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദയും കോൺഫ്ലവർ, അതായത് 1/2 കപ്പ് മൈദക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. നിങ്ങൾ ഇഷ്ടം പോലെ. ചില ആൾക്കാർ വെറും വെള്ളത്തിൽ മൈദ ഇട്ടിട്ടൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ കുറച്ച് ഒരു മുട്ട എന്തായാലും ചേർക്കും. എന്നിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് കോൺഫ്ലവർ മൈദയൊക്കെ മിക്സ് ആക്കുക. അപ്പോൾ ഒരു നല്ലൊരു ഇതിൻ്റെ അകത്ത് നന്നായിട്ടൊന്നും ഈ ബ്രെഡ് ക്രംസ് പിടിക്കും. അപ്പോൾ നമ്മളെന്താക്കി പിന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി, എന്നിട്ട് ബ്രെഡ് ക്രംസിലും മുട്ടയുടെ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഞാനിത് പിന്നെ ചെയ്യുകയാണ്. ഇതേപോലെ നമ്മൾ കട്ട്ലേറ്റ് ചെയ്യുന്ന പോലെ. ഞാൻ ഒന്നും കൂടെ പറയാം, ഞാനൊരു മുട്ടയും 1/2 കപ്പ് മൈദയും അതിനകത്ത് 1 ടേബിൾ സ്പൂൺ 1/2 കപ്പ് മൈദ എടുത്തിട്ട് അതിനകത്ത് 1 ടേബിൾ സ്പൂണ് മൈദ മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്തിട്ട് അതും കുറച്ച് വെള്ളമാണ് ചേർത്തത്. ഒരുപാട് ലൂസായി പോണ്ട, ഒരുപാട് തിക്കുമായി പോണ്ട. കാരണം അങ്ങനെ എനിക്ക് ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ഈ ബ്രെഡ് ക്രംസ് ഈ പിന്നെ നമ്മുടെ ഉണ്ടാക്കുന്ന ആ ഒരു സാധനത്തിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോമ്പിനായല്ലോ, കുറച്ച് നോമ്പ് അങ്ങനെ പോവും. പിന്നെ ഇവിടെ അങ്ങനെ കടിയൊന്നും തിന്നൂല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം 4-5 ദിവസം ഹോസ്പിറ്റലായി. ഇവിടെ വന്നിട്ട് ഇതുവരെ ഇത് പൊരിച്ചിട്ടില്ല. അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ പൊരിച്ച് കഴിക്കില്ല. എന്നിരുന്നാലും ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ ചെയ്യാമല്ലോ. പിന്നെ ഞാൻ ഇപ്പം അടുത്തായിട്ട് ഞാൻ ഇതേപോലെയാണ് കേട്ടോ ചെയ്യൽ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ നമ്മൾ കണ്ടെയ്നറിലാണല്ലോ എടുത്ത് വെക്കാൻ. അപ്പോൾ ആ കണ്ടെയ്നറിൽ എടുത്ത് വെക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ നീ കണ്ട ഒരു വീതിയുള്ള പിന്നെ പ്ലാസ്റ്റിക് നമ്മളെ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതേപോലെ എനിക്ക് വെച്ച് കഴിഞ്ഞാൽ ഉന്നക്കൈ ആണെങ്കിലും പിന്നെ നമ്മൾ സ്പ്രിങ് റോളാണെങ്കിലും ഇപ്പോൾ ഈ മൂൺപൈ എല്ലാം ഒന്ന് വെക്കുക. എന്നിട്ട് ഇതേപോലെ ഞാൻ വെക്കുന്ന രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത്
ഫ്രിഡ്ജിൽ നിന്ന് കുറേ മുന്നേ എടുത്തിട്ട് എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ച് എന്നിട്ട് അതിൻ്റെ തണുപ്പ് പോയി എന്നിട്ട് അതിൽ നിന്ന് എടുക്കൊണ്ടുണ്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാനും പറ്റും. എനിക്കൊരു നല്ലൊരു പരിപാടിയായിട്ട് തോന്നി. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കുറച്ച് നല്ല നീറ്റ്നെസ്സുമായി, പിന്നെ നമുക്കിത് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനും ബുദ്ധിമുട്ടുമില്ല. നമുക്കൊരു പേപ്പർ വന്ന് ഇങ്ങനെ ഒന്നിനോടൊന്നും തട്ടുന്നില്ലല്ലോ, അപ്പോൾ നമുക്ക് എടുക്കാനും പിന്നെ പൊട്ടിപ്പോകുന്നില്ല. ഉന്നക്കായൊക്കെ നല്ല ഏട്ടാ ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാട്ടാ, അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനങ്ങനെ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മെനക്കേടുണ്ട് ഈ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കി വെക്കാൻ. പക്ഷെ നമ്മൾ ഫ്രീസറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല, കാരണം നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും. നല്ലൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. അങ്ങനെ ഞാനിപ്പോൾ ഇപ്രാവശ്യം ഉന്നക്കായ ആണെങ്കിലും പിന്നെ സ്പ്രിംഗ് റോള്, കട്ട്ലേറ്റ് എല്ലാം ഞാൻ ഇതേപോലെയാണ് ആക്കി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഫ്രോസണായിട്ട് വെക്കുന്നവർക്കും പിന്നെ ഈ ഫ്രോസൺ ഐറ്റംസ് സെയിൽ ചെയ്യുന്നവർക്കെല്ലാം ഈ ഒരു ടിപ്സ് നല്ല യൂസ്ഫുള്ളായിരിക്കും. എന്തായാലും നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്രാവശ്യം ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് എന്താ എടുക്കാനും പിന്നെ ഒന്നിനോട് ഒട്ടിപ്പോവാതിരിക്കുന്നതെല്ലാം കൊണ്ട് എനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മുടെ മൂൺ പേ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വെക്കുന്ന രീതി ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളി മൂൺ പേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്, ജ്യൂസിയാണ്. അപ്പോൾ എന്തായാലും ഈ റംസാനിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റംസാൻ കരീം. എല്ലാവരും റംസാനിൽ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. എല്ലാവർക്കും പടച്ചോനെ ആഫിയത്തിനും ആരോഗ്യത്തിനും ദീർഘായുസിനും സമാധാനത്തിനും സന്തോഷത്തിനും തരട്ടെ. എല്ലാവർക്കും എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.